100-ലധികം സീറ്റുമായി കേരളത്തിൽ ടീം UDF അധികാരത്തിലേക്ക് തിരിച്ചുവരും. വീറോടെ വീടി. ഒരു ഹർത്താലും ബന്ധും പോലും നടത്താതെയാണ് ഈ പ്രതിപക്ഷം ഈ വിജയം നേടിയെടുത്തത്. രാഷ്ട്രീയ പാരമ്പര്യമാണോ അതോ ജനവികാരമാണോ എന്നുള്ളത് മെയ് 4 മുതൽ നമ്മൾ ഉറ്റുനോക്കുകയായിരുന്നു. അങ്ങനെ ഏപ്രിൽ 9 നടന്ന ആ ഒരു ഇലക്ഷൻ സമയത്ത് കേരളം മുഴുവനും ഒരു ഗ്രീൻ സിഗ്നലാണ് വീഡിക്ക് നൽകിയത്. തുടങ്ങി വെച്ചത് വീടി, പടുത്തുയർത്തിയത് വീടി, നയിച്ചതും നേടിയതും വീടി. എന്നിട്ടും ഈ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം ഏതാണ്ട് 11 നാളുകളാണ് കാത്തിരിക്കേണ്ടി വന്നത്. വീറോടെ വീടി. വീറും വാശിയും അല്പം നല്ലതാണ്. മലയാളികൾ വീറോടെ അല്ലെങ്കിൽ വീര്യമുള്ള നേതാക്കളോടാണ് താല്പര്യം എന്നുള്ളത് ഇന്നലെ നമ്മൾ കണ്ടു കഴിഞ്ഞു. MLA-മാരുടെ ഭൂരിപക്ഷമാണോ അതോ രാഷ്ട്രീയ പാരമ്പര്യമാണോ അതോ ജനവികാരമാണോ എന്നുള്ളത് മെയ് 4 മുതൽ നമ്മൾ ഉറ്റുനോക്കുകയായിരുന്നു. ഒടുവിൽ വിജയം VD സതീശന് തന്നെ. 2021 ഇടതുപക്ഷം വിജയിച്ച് നടന്നു നീങ്ങിയപ്പോൾ വലതുപക്ഷത്തിൻ്റെ നേതാവായി ആ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കുപ്പായമണിഞ്ഞു. അതിനുശേഷം ഈ 2026 വലതുപക്ഷത്തിൻ്റെ നേതാവായി VD സതീശൻ ഓരോ അഴിമതികളും ഓരോരോ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രതികരിച്ചപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ VDയുടെ ഒരു സ്ഥാനം വലുതായിരുന്നു. അങ്ങനെ ഏപ്രിൽ 9 നടന്ന ആ ഒരു ഇലക്ഷൻ സമയത്ത് കേരളം മുഴുവനും ഒരു ഗ്രീൻ സിഗ്നലാണ് VDക്ക് നൽകിയത്. തുടങ്ങി വെച്ചത് VD, പടുത്തുയർത്തിയത് VD, നയിച്ചതും നേടിയതും VD. എന്നിട്ടും ഈ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം ഏതാണ്ട് 11 നാളുകളാണ് നമ്മൾ കാത്തിരിക്കേണ്ടി വന്നത്. ഇലക്ഷന് ശേഷം, അതായത് റിസൾട്ടിന് ശേഷം ഏതാണ്ട് 11 ദിവസങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടായത്. ആൾക്കാർക്കിടയിൽ മൊത്തത്തിലൊരു കൺഫ്യൂഷനായിരുന്നു ഈ ഒരു ഇലക്ഷൻ്റെ സമയത്ത് ഭയങ്കരമായിട്ട് നേരിടേണ്ടി വന്നത്. ഭയങ്കര ചർച്ചാ വിഷയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ടും ഹൈക്കമാൻഡ് പിന്നോട്ട് നീങ്ങിയില്ല. ഒടുവിൽ വീറോടെ അല്ലെങ്കിൽ വീറുള്ള VDയെ തന്നെ മുഖ്യമന്ത്രിയാക്കി. ഇനി നമ്മളെല്ലാം അറിയേണ്ടത് ആരെല്ലാം VDക്കൊപ്പം നിൽക്കും അല്ലെങ്കിൽ VDക്കൊപ്പം ആരെല്ലാം. കാത്തിരിക്കാം.